നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി പതിയാനം സെയിന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 35 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളുമായി തൃശൂർ സ്വദേശിനി ഉൾപ്പെടെ 3 വനിതാ യാത്രക്കാർ എയർ കസ്റ്റംസിന്റെ പിടിയിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിംഗിനുള്ള നിരക്കുകൾ പരിഷ്കരിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിലെ കാവല്ലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി 5 ഏക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു. വെണ്ടൂർ കനാൽ സ്റ്റോപ്പിന് സമീപം തെങ്ങ് വീണ് 4 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കൊരട്ടി പഞ്ചായത്ത് 17-ാം വാർഡ് പ്രതീക്ഷ വയോജന ക്ലബ് വയോജന സംഗമം നടത്തി. കർഷക കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി കൊടകര പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 4 പകൽ വീട് നിർമ്മാണ ഉദ്ഘാടനം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. എരുമപ്പെട്ടി പതിയാനം സെയിന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ചേരി സ്വദേശിയായ 32 വയസ്സുള്ള ലിയോ പുത്തൂരാണ് മരിച്ചത്. പള്ളിയിലെ വികാരിയുടെ കിടപ്പുമുറിയിൽ ഇന്നുച്ചയ്ക്ക് 12:30ഓടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 12:30ഓടെ പള്ളിമണി അടിക്കുന്നതിനായി കപ്പിയാർ അച്ഛനെ അന്വേഷിക്കുകയായിരുന്നു. കാണാത്തതിനെ തുടർന്ന് കൈക്കാരനെ വിവരമറിയിക്കുകയും പള്ളിയോട് ചേർന്നുള്ള വികാരിയച്ഛന്റെ കിടപ്പുമുറിയുടെ ജനലിലൂടെ കൈക്കാരൻ നോക്കിയപ്പോഴാണ് അച്ഛൻ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. പള്ളി ജീവനക്കാരും നാട്ടുകാരും പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 6 വർഷം മുൻപാണ് ഫാദർ ലിയോ പുത്തൂർ പട്ടം സ്വീകരിച്ചത്. ആദ്യമായി വികാരി അച്ഛനായി എരുമപ്പെട്ടി പതിയാരം പള്ളിയിലാണ് എത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 22-നാണ് പതിയാരം പള്ളിയിൽ വികാരി അച്ഛനായി ചാർജ് എടുത്തത്. വികാരിയായി ചാർജ് എടുത്ത ആദ്യത്തെ പള്ളിയാണ് എരുമപ്പെട്ടി പതിയാരം പള്ളി. അദ്ദേഹം ഇവിടെ നിന്നും സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അത് സ്ഥലം മാറ്റം കിട്ടാത്തതിന്റെ മനോവിഷമമാണോ എന്നുള്ള സംശയം ഇടവക വിശ്വാസികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കടുത്ത രോഗങ്ങൾക്കായി മരുന്ന് കഴിച്ചിരുന്നു എന്ന് പറയുന്നു. ഷുഗർ പോലെയുള്ള രോഗം പിടിപെട്ട് അദ്ദേഹത്തിന്റെ വിരൽ മുറിച്ചു മാറ്റിയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയിലോ ഇന്ന് പുലർച്ചെയോ ആയിരിക്കാം പള്ളിയിൽ എത്തിയത് എന്നാണ് കരുതുന്നത്. ആരും അദ്ദേഹത്തെ കണ്ടവരില്ല. ഇന്ന് മറ്റ് അച്ഛന്മാരും അതുപോലെ തന്നെ പള്ളിയിലെ കൈക്കാരന്മാരും വിവിധ ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല. തുടർന്നാണ് റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി വരുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. 35 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളുമായി തൃശൂർ സ്വദേശിനി ഉൾപ്പെടെ 3 വനിതാ യാത്രക്കാർ എയർ കസ്റ്റംസിന്റെ പിടിയിൽ. ഇന്നലെ രാത്രി തായ്ലാന്റിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിൽ കോഴിക്കോട് ഇറങ്ങിയ ചെന്നൈ സ്വദേശിനി 40 വയസ്സുള്ള റാബിയത്ത്, കോയമ്പത്തൂർ സ്വദേശിനി 40 വയസ്സുള്ള കവിത, തൃശൂർ സ്വദേശിനി 39 വയസ്സുള്ള സിമി എന്നിവരെയാണ് എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവും കൂടാതെ തായ്ലൻഡ് നിർമ്മിത 15 കിലോയോളം തൂക്കം വരുന്ന ചോക്ലേറ്റ്, കേക്ക്, ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയുമാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കസ്റ്റംസ് ഇവരെ പിടികൂടിയത്. ഇവർ തായ്ലൻഡിൽ നിന്നും കോലാലംപൂർ വഴി കോഴിക്കോടാണ് ഇറങ്ങിയത്. കൂടുതൽ അന്വേഷണം നടക്കുന്നതായി കസ്റ്റംസ് അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിംഗിനുള്ള നിരക്കുകൾ പരിഷ്കരിച്ചു. പടിഞ്ഞാറേ കവാടത്തിൽ പുതിയ നിരക്കുകൾ മെയ് ആദ്യവാരത്തിൽ നിലവിൽ വന്നു.
കിഴക്കു ഭാഗത്തെ പ്രധാന കവാടത്തിലെ പുതുക്കിയ പാർക്കിംഗ് നിരക്കുകൾ ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ അറിയിച്ചു. GST അടക്കമാണ് ഈ നിരക്കുകൾ. പ്രതിമാസ പാർക്കിംഗ് നിരക്ക് സൈക്കിളിന് 200 രൂപയും ഇരുചക്ര വാഹനത്തിന് 600 രൂപയും ആയിരിക്കും. പ്രതിമാസ പാർക്കിംഗ് പാസ് ഉള്ളവർ തുടർച്ചയായി 72 മണിക്കൂറിൽ കൂടുതൽ സമയം വാഹനം പാർക്ക് ചെയ്താൽ സാധാരണ പാർക്കിംഗ് നിരക്ക് നൽകേണ്ടതാണ്. പ്രീമിയം പാർക്കിംഗ് നിരക്ക് 2 മണിക്കൂർ വരെ ഇരുചക്ര വാഹനത്തിന് 15 രൂപയും 4 ചക്ര വാഹനത്തിന് 40 രൂപയുമാണ്. തുടർന്ന് വരുന്ന ഓരോ മണിക്കൂറോ അതിൽ കുറവോ വരുന്ന സമയത്തിനും യഥാക്രമം 15-30 രൂപ വീതം നൽകണം. അളഗപ്പ നഗർ പഞ്ചായത്തിലെ കാവല്ലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി 5 ഏക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു. കർഷകനായ കുഴുപ്പിള്ളി രവിയുടെ തോട്ടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത്. 7 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് രവി കൃഷി ഇറക്കിയത്. വിളവെടുത്ത് തുടങ്ങിയ കൃഷി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് നേരിട്ടത്. 600ഓളം വരുന്ന പടവലത്തിന്റെ കടഭാഗത്തെ മണ്ണ് കുത്തിയിട്ട് നശിപ്പിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം മുതൽ പടവലത്തിന് വില കൂടിയതോടെ തോട്ടത്തിൽ വിളവെടുക്കാൻ എത്തിയപ്പോഴാണ് കൃഷി നശിച്ച നിലയിൽ കണ്ടത്. പ്രദേശത്തെ ഉപയോഗശൂന്യമായ പറമ്പുകൾ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രമായതായി കർഷകർ പറയുന്നു. കർഷകന് നേരിട്ട നഷ്ടം നികത്താൻ പഞ്ചായത്തും കൃഷിഭവനും ഇടപെടണമെന്ന് കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് കഷ്ടപ്പെട്ടാണ് കർഷകർ കൃഷി ഇറക്കിയത്. ഒറ്റ രാത്രിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി ഭൂരിഭാഗം കൃഷിയും നശിപ്പിച്ചതോടെ കർഷകൻ കടക്കെണിയിലായ അവസ്ഥയാണ്. ഒരു ദിവസം കൊണ്ട് 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കർഷകന് ഉണ്ടായത്. മാസങ്ങളായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പഞ്ചായത്തിന്റെയും കർഷകരുടെയും നേതൃത്വത്തിൽ പലതവണ കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിരുന്നു. കൂടുതൽ ഷൂട്ടർമാരെ നിയോഗിച്ച് മേഖലയിലെ എല്ലാ കാട്ടുപന്നികളെയും വെടിവെച്ച് കൊന്ന് കൃഷി സംരക്ഷിക്കണമെന്ന് കർഷക കൂട്ടായ്മ ഭാരവാഹികളായ PR ഡേവിസ്, PD ആന്റോ, രാജു കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു. പന്നിയുടെ ശല്യാണ്. 7 ഏറുന്ന വില ഇപ്പം വില കൂടിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ചിലവുള്ളതാ. വെണ്ടൂർ കനാൽ സ്റ്റോപ്പിന് സമീപം തെങ്ങ് വീണ് 4 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ബുധനാഴ്ച പുലർച്ചെ 3:30 അപകടം. ആർക്കും പരിക്കില്ല. തെങ്ങും വൈദ്യുതി പോസ്റ്റുകളും വീടുകളിലേക്ക് ചാഞ്ഞ നിലയിലായിരുന്നു. ആമ്പല്ലൂരിൽ നിന്ന് KSEB അധികൃതരെത്തി പോസ്റ്റുകൾ മാറ്റി വൈകിട്ടോടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. കൊരട്ടി പഞ്ചായത്ത് 17-ാം വാർഡ് പ്രതീക്ഷ വയോജന ക്ലബ് വയോജന സംഗമം നടത്തി. ക്ലബ് അംഗം ജോർജ് നാൽപ്പാട്ടിന്റെ കൃഷിയിടത്തിൽ നടത്തിയ സംഗമം ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് വർഗീസ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോണി BC റിപ്പോർട്ടും ട്രഷറർ ജോണി MO കണക്കും അവതരിപ്പിച്ചു. ക്ലബ് അംഗം ജോർജ് നാൽപ്പാട്ട് മില്ലറ്റ് കൃഷിയെപ്പറ്റിയും നാടൻ കൃഷിയെക്കുറിച്ചും കൃഷിയിടത്തിലെ വിവിധ തരം കൃഷി വിഭവങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തിക്കൊടുത്തു. കൂടാതെ സ്വന്തമായി നിർമ്മിച്ച വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കളും സംഗമത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. മികച്ച കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയും കൂടിയാണ് ജോർജ് നാൽപ്പാട്ട്. KK ഡേവിസ്, KO ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ഡേവിസ് TT സ്വാഗതവും ക്ലബ് അംഗം ആന്റു PC നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബ് അംഗങ്ങളായ ഡെയ്സി, മാജി ജോസഫ്, മാർഗരറ്റ്, PL ആന്റു, സ്റ്റെല്ല വർഗീസ് എന്നിവരുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കൃഷിയിടത്തിൽ നടത്തിയ വയോജന സംഗമം അംഗങ്ങൾക്ക് വേറിട്ട ഒരു അനുഭവമായി മാറി. ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തിക്കിളിയേ, നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ? നേരം ഇരുട്ടി തനിച്ചിരുന്നൊറ്റയ്ക്ക് പാടുന്ന പൈങ്കിളിയേ, കൂടണയെ നീ മറന്നതോ കൂട്ടിനിണയെ തിരഞ്ഞതാണോ? നീറിയൊടുങ്ങും ആത്മവിദ്യാലയമേ, അവനിയിലാത്മവിദ്യാലയം.
കർഷക കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി. കൃഷിമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. കേര സംരക്ഷണത്തിനായി ലോകബാങ്ക് നൽകിയ 139 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചതിലും നെൽ കർഷകരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിലും പ്രതിഷേധിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി.ഒ. പൈലപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി പി.കെ. ജേക്കബ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ പ്രീതി ബാബു, കൌൺസിലർ സൂസമ്മ ആന്റണി, കോടശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റിജു മാവേലി, പഞ്ചായത്ത് അംഗം പി.പി. ആഗസ്തി, സംസ്ഥാന സെക്രട്ടറി ടി.കെ. അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ പോലെ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് വാക്കുകൊടുത്തു. ഇന്നിപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഒരു അനക്കമില്ല. ജനങ്ങൾ അവിടെ സമരം ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി കൊടകര പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. മെയ് 13 മുതൽ മെയ് 16 വരെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഈ സമ്മേളനങ്ങൾ നടക്കുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. കൊടകര ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കൊടകര ഫ്ലൈഓവർ, വഴിയമ്പലം എന്നീ പ്രദേശങ്ങളിൽ കോർണർ മീറ്റിംഗുകൾ നടത്തി. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര മണ്ഡലം പ്രസിഡന്റ് സെബിൻ മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ജോർജ് മാർട്ടിൻ, പി.ഡി. വർഗീസ്, ഡോൺ ബോസ്കോ ഷിബു വർഗീസ് പെരേപ്പാടൻ, ബോണി വെളിയത്ത്, ജിത്തു മാധവ്, പ്രദീപ് മഞ്ഞളി, ഷീജ ജോയ്, മേരി ജോസഫ് മണവാളൻ, സത്യൻ തണലിൽ, നാരായണൻ ആറങ്ങാട്ടി, മാത്യു, വർഗീസ്, ജോയ്, ജൂഡി, വർഗീസ് ടി.ഐ. എന്നിവർ പ്രസംഗിച്ചു. 2020 പാർട്ടി ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ മുൻകൈയെടുത്ത ജോർജ് മാർട്ടിനെ ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 4 പകൽ വീട് നിർമ്മാണ ഉദ്ഘാടനം നടത്തി. എം.എൽ.എ. ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉൾപ്പെടെ 20 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം നടത്തുന്നത്. 2025 മെയ് 14 ബുധനാഴ്ച ചാലക്കുടി എം.എൽ.എ. സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ജെയിംസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷാജു മേക്കാട്ടുകുളം സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ലിജോ ജോൺ, CDS ചെയർപേഴ്സൺ ലിവിത വിജയകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. റാംവേ റോഡും അതിന്റെ പരിസരങ്ങളും പ്രദേശങ്ങളിൽ 55 ലക്ഷം രൂപ അത് എം.എൽ.എയുടെ സമഫലമായിട്ട് ഒരു ഹെൽത്ത് സെന്റർ അതിന്റെ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ 15-ാം വാർഡില്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 40 രൂപ കൂടി ഗ്രാമിന് 8,805 രൂപ, പവന് 70,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി പതിയാനം സെയിന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 35 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളുമായി തൃശൂർ സ്വദേശിനി ഉൾപ്പെടെ 3 വനിതാ യാത്രക്കാർ എയർ കസ്റ്റംസിന്റെ പിടിയിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിംഗിനുള്ള നിരക്കുകൾ പരിഷ്കരിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിലെ കാവല്ലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി 5 ഏക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു.
വെണ്ടൂർ കനാൽ സ്റ്റോപ്പിന് സമീപം തെങ്ങ് വീണ് 4 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കൊരട്ടി പഞ്ചായത്ത് 17-ാം വാർഡ് പ്രതീക്ഷ വയോജന ക്ലബ് വയോജന സംഗമം നടത്തി. കർഷക കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി കൊടകര പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 4 പകൽ വീട് നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.